നമസ്കാരം. ഇന്ന് മെയ് 13, 2024. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ ഒരു റൈറ്റപ്പാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതിലെ ചില ഭാഗങ്ങളൊന്ന് വായിക്കാം. തല്ലിത്തിമിർക്കുന്ന കേരളം എന്നാണ് ഹെഡിങ്. ഇത് ആദ്യമായിട്ട് പറയട്ടെ, ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞില്ലെങ്കിൽ ഇത് കേരളത്തോട് ചെയ്യുന്നൊരു നീതികേടായിരിക്കും. ബാക്കിയും എവിടെയും ഈ പ്രശ്നമില്ല എന്നുള്ളൊരു ധ്വനി വരും. അതല്ല, ഇവിടുത്തെ കാര്യം പറയുന്നത് കൊണ്ട് കേരളത്തെക്കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അപരനോട് സഹിഷ്ണുതയില്ലാത്തവരുടെ നാടായി കേരളം മാറുകയാണെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ വിളയാട്ടം നടക്കുന്നത് നമ്മുടെ റോഡുകളിലാണ്. റെസ്റ്റോറൻറ്റുകളും സിനിമാശാലകളും അടക്കമുള്ള മറ്റു പൊതുവിടങ്ങളിലും ഇതിൻ്റെ വിളയാട്ടമുണ്ടാകുന്നുണ്ട്. ആശങ്കപ്പെടേണ്ടതും പരിഹാരം തേടേണ്ടതുമായ സാമൂഹിക പ്രതിഭാസമായി ഇത് മാറിയിരിക്കുന്നു. കോപം മനുഷ്യനെ അന്ധനാക്കുകയാണ്. തുടർന്ന് അടുത്ത കാലങ്ങളിലും ഉണ്ടായിട്ടുള്ള അസഹിഷ്ണുതയുടെ പല പല കാര്യങ്ങളെക്കുറിച്ച് പറയാണ്. റോഡിൽ നടന്നതും ഹോട്ടലിൽ നടന്നതും പലതും പറയുന്നുണ്ട്. ഓരോന്നായിട്ട് വായിക്കണില്ല. അവസാനത്തെ 2 പാരഗ്രാഫുകൾ. നിയമം കയ്യിലെടുക്കാൻ ലെവലേശം മടിയില്ലാത്ത ജനസമൂഹമായി മലയാളി മാറിയത് എങ്ങനെയെന്നത് അതിശയിപ്പിക്കുന്ന സമസ്യയാണ്. റോഡുൾപ്പെടെ ഏത് പൊതുസ്ഥലത്തും ആര് എപ്പോൾ പ്രകോപിതനാകും എന്ന് പറയാനാകാത്ത അവസ്ഥ. കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ പറയാനും കയ്യിൽ കിട്ടുന്നതെടുത്ത് അപരനെ ആക്രമിക്കാനും ഈ കൂട്ടർക്ക് സങ്കോചമില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനമൊന്നുമല്ല എല്ലാ അക്രമങ്ങളുടെയും കാരണം. കോപം മലയാളിയുടെ മനോരോഗമായി മാറിയോ എന്ന് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. മലയാളത്തിലെ പുതുതലമുറ ചലച്ചിത്രങ്ങളിൽ പലതും തല്ലിനെയും തെറിവിളിയെയും മദ്യമയക്കുമരുന്ന് ഉപയോഗത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതായി ആക്ഷേപമുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കലി കയറി തല്ലും പിടിയും ഉണ്ടാക്കുന്നവരിൽ നല്ലൊരു പങ്ക് കൗമാരക്കാരോ കഷ്ടിച്ച് കൗമാരം പിന്നിട്ടവരോ ആണെന്നത് അത്യന്തം സങ്കടകരമാണ്. ക്രിമിനൽ കേസിൽ അകപ്പെട്ടാൽ സ്വന്തം ജീവിതത്തിനും ഭാവിക്കും ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് ഇവരിൽ പലരും ബോധവാന്മാരല്ല. ജോലിക്കോ പാസ്പോർട്ടിനോ അപേക്ഷിക്കുമ്പോൾ ക്രിമിനൽ കേസിന്റെ പശ്ചാത്തലം വിനയാകുമെന്നുറപ്പ്. റോഡിലും പൊതുസ്ഥലങ്ങളിലുമുള്ള രോഷപ്രകടനവും അക്രമവും സാമൂഹിക പ്രശ്നമെന്ന നിലയിൽ കൈകാര്യം ചെയ്യേണ്ട കാലമായിരിക്കുന്നു. സർക്കാരിന്റെ മുൻകൈയിൽ വിവിധ തുറകളിലെ വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെ സമഗ്ര പഠനം നടത്തി പരിഹാര പദ്ധതി ആവിഷ്കരിക്കുന്നത് ഉചിതമാകും. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഏതൊരു കാര്യത്തിലും എന്ന പോലെ ഇവിടെയും പരിഹാരം നമുക്ക് വൺ വേ ഒറ്റയടിക്കൊരു സൊല്യൂഷൻ പോലെ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ പ്രശ്നത്തെ അക്നോളജ് ചെയ്യുക, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അത് നമ്മുടെ ചിന്തകളിൽ വരിക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ വന്നാൽ മാത്രമേ അതിൽ പരിഹാരത്തിലേക്കുള്ള ആദ്യ പടികൾ ഉണ്ടാവുള്ളൂ. എന്താണ് ഇതിന് കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ പൊതുവെയുള്ള ഒരു അക്ഷമ കൂടുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഒട്ടും ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി പോലും കുറച്ച് വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല. വേണ്ടതെല്ലാം അപ്പോൾ കിട്ടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അതൊട്ടും നല്ലതല്ല. രണ്ടാമത് ഒരു സെയിങ് ഉണ്ട്, യു ഡോണ്ട് ഹാവ് ടു വിൻ എവറി ബാറ്റിൽ ടു വിൻ എ വാർ എന്നുള്ളതാണ്. ഒരു വലിയ യുദ്ധം ജയിക്കാൻ നമ്മളതിൽ ഓരോ കൊച്ചു യുദ്ധങ്ങളും ജയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ യുദ്ധമായിട്ട് പറയാം. ജീവിതം ഒരു യുദ്ധമാണെന്ന് അല്ലെങ്കിൽ യുദ്ധം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ജീവിതത്തിൽ യുദ്ധം ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ട്, കവിത പോലെ ആസ്വദിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. എങ്കിലും ഉദാഹരണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ജീവിതം ഒരു വലിയ യുദ്ധമാണെന്ന് മനസ്സിലായാൽ അതിൽ ഓരോ ചെറിയ കൊച്ചു ബാറ്റിൽസും അവിടെ ജയിക്കണം, അവിടെ നമ്മുടെ സുപ്രീമസി തെളിയിക്കണം എന്നുള്ള കടുംപിടുത്തം ഒട്ടും നല്ലതിനില്ല. ചില സമയങ്ങളിൽ ഇൻഫാക്ട് മോസ്റ്റ് ടൈംസ് ഇറ്റ്സ് ബെറ്റർ ടു ജസ്റ്റ് ലെറ്റ് ഗോ. ഇപ്പോൾ റോഡിൽ ഒരാൾ നിയമം തെറ്റിച്ച് നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറിക്കൊടുത്തേക്ക്, അയാൾ പോട്ടെ. നമ്മളൊരു 30 സെക്കൻഡ് നേരത്തെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ചെറിയ ഈ പ്രശ്നങ്ങൾ ഹോട്ടലിലാണെങ്കിലും സപ്ലൈ ചെയ്യുന്ന ഫുഡിൽ മൈൽഡ് ഇഷ്യൂസിൽ നമ്മൾ ഈ അക്രമാസക്തരാകുന്ന രീതി വേണ്ട. ഇവിടെ സിനിമകളുടെയൊക്കെ കാര്യം പറഞ്ഞു. സിനിമകളാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നക്കാരെന്നൊന്നും ഞാൻ പറയില്ല. സിനിമേനെ ഒരു ആർട്ട് ഫോമായിട്ട് തന്നെ എടുത്താൽ മതി. പക്ഷേ ഇവിടെ വിജയിക്കുന്ന ചില സിനിമകളിലെങ്കിലും അക്രമത്തിൻ്റെ കണ്ടന്റ് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. തല്ലുകൾ ആഘോഷിക്കപ്പെടുന്ന അവസരങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മെൻറ്റാലിറ്റിയാണ് സിനിമകളിൽ കൂടിയും കുറേയൊക്കെ കാണുന്നത്. അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, സിനിമകളുടെ ആർട്ട് ഫോമാണ്. സിനിമകൾ അങ്ങനെ ചെയ്യരുതെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഓക്കെ. പിന്നെ വി ഹാവ് ടു ലേൺ ടു പിക്ക് അവർ ബാറ്റിൽസ്. ടൈം ബെനിഫിറ്റ്, കോസ്റ്റ് ബെനിഫിറ്റ്, എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബാറ്റിൽസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. അല്ലാതെ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അസഹിഷ്ണുത കാട്ടുവാനല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ വലിയ ഈഗോ, നമ്മളെല്ലാവരും ഈഗോ ഉള്ള ആൾക്കാരാണ്. വലിയൊരു ഈഗോ ചുമന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായ 2 സിനിമകളാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശിയും. വലിയ ഹിറ്റായിരുന്നു. അന്ന് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കേസിലും, പ്രത്യേകിച്ച് അയ്യപ്പനും കോശിയിലും 2 വ്യക്തികളുടെ അതിശക്തമായ ഈഗോ ക്ലാഷാണ് അവിടെ കാണിക്കുന്നത്. ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് വരെ, അതുപോലെ 2 കുടുംബങ്ങളെ അനാഥമാക്കുന്നത് വരെ, അങ്ങോട്ട് വരെ നയിക്കാവുന്ന രീതിയിലാണ് ആ കഥ നീങ്ങുന്നത്. അതൊരു കഥയാണ്, അത്ര എടുത്താൽ മതി. പക്ഷേ റിയൽ ലൈഫിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇവരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ
നമ്മൾ മെൻറ്റാലിറ്റിയെക്കുറിച്ച് അത് എന്താണ് പറയുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ആരാണ് നമ്മുടെ റോൾ മോഡൽസ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചെറുപ്പം തൊട്ടേ നല്ല റോൾ മോഡൽസ് ഉണ്ടാവാനും, സ്ക്രീനിലാണെങ്കിലും ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ ആണെങ്കിലും എന്ത് ബഹളം വെച്ചും തല്ലുകൂടിയും കാര്യം നടത്തുന്നവരാവരുത് നമ്മുടെ റോൾ മോഡൽസ്. ക്ഷമ വേണ്ടിടത്ത് ക്ഷമയും, സഹിഷ്ണുത വേണ്ടിടത്ത് സഹിഷ്ണുതയും, മര്യാദയും, നിയമങ്ങളോടുള്ള ബഹുമാനവും, അനുസരണയും, ചിന്തിക്കാനുള്ള ശേഷിയും, അന്യനോടുള്ള പരിഗണനയും, സഹാനുഭൂതിയും, മനുഷ്യത്വവും ഒക്കെ ഉള്ളവരായിരിക്കണം നമ്മുടെ റോൾ മോഡൽസ്. നമ്മുടെ റോൾ മോഡൽസ് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്കത് കാണിച്ചു കൊടുക്കാൻ കഴിയും. സിനിമയിലെയോ നാടകത്തിലെയോ റോൾ മോഡൽസിനെ കുറിച്ച് പറയാതെ എല്ലാ കുട്ടിയുടെയും ഏറ്റവും വലിയ റോൾ മോഡൽസ് അച്ഛനമ്മമാരാണ്, ടീച്ചർമാരൊക്കെയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെയായിരിക്കാൻ ശ്രമിക്കാം. കുട്ടികളുടെ എല്ലാ വീട്ടിലും ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്നത് അവർ നോക്കി നിൽക്കുന്നുണ്ട്, നമ്മൾ എന്താണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അടുത്ത തലമുറയ്ക്ക് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണം. പിന്നെ ലഹരി അല്ല എല്ലാ കേസിലും പ്രശ്നമെന്ന് ഈ എഴുത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ലഹരി ഒരു വലിയ വിഷയം തന്നെയാണ്. കൂടുതൽ നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് ലഹരി. ഇന്നിപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ മദ്യവും പുകയും സിഗരറ്റൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളത് ഒരു അപകടകരമായ കാര്യമാണ്. ഈ കുടുക്കിൽ നമ്മൾ പെടാതിരിക്കാൻ, നമ്മുടെ വരും തലമുറയും കുട്ടികളും പെടാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ജാഗ്രത, പിന്നെ അവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കുക, അവർക്ക് എന്ത് പറയാനുള്ള അവസരം ഉണ്ടായിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു പരിധി വരെയെങ്കിലും ഇതിനെ മാറ്റാൻ സഹായിക്കും. പാരൻസും ടീച്ചേഴ്സും തമ്മിൽ ഇൻട്രാക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഇടപെടുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഇടങ്ങളെക്കുറിച്ചുള്ള അറിവ്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മോബ് മെൻറ്റാലിറ്റി ഒരു പ്രശ്നമാണ്. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ, ചെറിയൊരു കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോൾ പോലും നമ്മുടെ പെരുമാറ്റം വളരെയധികം മാറിപ്പോകുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാവാത്ത പല കാര്യങ്ങളും കൂടെയുള്ള, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറേ പേരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ റെഡിയാവും. എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവർ ഒരു നല്ല സുഹൃത്താണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് പറയുന്നവനാണ് സുഹൃത്ത്. തെറ്റിലേക്ക് പോവാതെ നമ്മളെ നയിക്കുന്നവനാണ്, നമ്മൾ തെറ്റിലേക്ക് പോവാതെ ശ്രദ്ധിക്കുന്നവനാണ് സുഹൃത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ എന്ത് ചെയ്താലും ന്യായീകരിക്കുകയും കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ഈ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തും ചെയ്യുന്നവരാണോ നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സോ കോൾഡ് ചങ്സ് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്ത് ചെയ്യാതായാലും ന്യായീകരിക്കാനായിട്ട് പോകരുത്. നമ്മുടെ മക്കളായാലും കൂട്ടുകാരായാലും ആരായാലും ഒരാളുടെ എല്ലാ തെറ്റിനെയും ന്യായീകരിക്കുക വഴി അവനെ അല്ലെങ്കിൽ അവളെ കൂടുതൽ തെറ്റുകളിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ശക്തമായ നിയമം, ഇത് അവസാനമാണ് പറഞ്ഞെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമത്തോടുള്ള ഭയം വേണം. ഇവിടെ ഭയം പാടില്ല, നിയമത്തോടുള്ള ബഹുമാനമാണ് വേണ്ടതെന്നൊരു വാദമുണ്ട്. ശരിയാണ്, ബഹുമാനമാണ് വേണ്ടത്. നിയമമില്ലെങ്കിൽ പോലും നല്ലത് ചെയ്യുന്ന, ശരി ചെയ്യുന്ന ഒരു സംസ്കാരമാണ് വേണ്ടത്. അതിൻ്റെ ഹയസ്റ്റ് ലെവല്. പക്ഷേ തുടക്കത്തിലെങ്കിലും നമുക്ക് നിയമത്തോടുള്ള ഭയം ഉണ്ടായേ പറ്റുള്ളൂ. റോഡിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും മറ്റൊരാളെ ആക്രമിക്കുകയും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അസോൾട്ടിലേക്ക് പോവുകയും ചെയ്താൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യവും ഭയവും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് കടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതിശക്തമായ നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മനുഷ്യരുടെ ബേസിക് സ്വഭാവമൊക്കെ എല്ലായിടത്തും ഒന്ന് തന്നെ. പക്ഷേ ശക്തമായ നിയമങ്ങളുള്ളിടത്ത് ഭയം എന്ന് പറയുന്ന കാര്യമുണ്ട്. കുറച്ചെങ്കിലും ഭയം വേണം. അറ്റ് എ പ്രാക്ടിക്കൽ ലെവൽ. ഞാൻ പറയാറുള്ള പോലെ നടക്കാത്ത ഐഡിയലിസത്തിൽ ഭയമേ പാടില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഭയം വേണ്ടിടത്ത് കുറച്ച് ഭയം തന്നെ വേണം. സത്യമല്ലേ ഇത്? പിന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചും പൈസയുടെ ഉപയോഗിച്ചും പൊളിറ്റിക്കൽ ഉപയോഗിച്ചും എല്ലാം എന്തിൽ നിന്നും ഊരി പോരാമെന്നുള്ള ധൈര്യം പലർക്കുമുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ഇക്വിലിബ്രിയം അതില്ലായ്മ, ചില ബോട്ടിൽ നെക്സ്, റോഡിലുള്ള ചെറിയ ട്രാഫിക് ബ്ലോക്ക് തൊട്ട് വേറെ പല രീതിയിലുള്ള ബോട്ടിൽ നെക്സ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ മെൻ്റൽ ഇക്വിലിബ്രിയത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഫിസിക്കൽ കാര്യങ്ങൾക്ക് അതും സൂപ്പർഫിഷ്യൽ ഫിസിക്കൽ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും മെൻ്റൽ ഇക്വിലിബ്രിയത്തിന്, മെൻ്റൽ ഇൻ്റഗ്രേഷന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പിഴവ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ആവർത്തിക്കുന്നുണ്ട്. കുട്ടികളിൽ തൊട്ടേ ഇത് തുടങ്ങുന്നുണ്ട്. ഇത് മാറണം. When we become better people, the society becomes a better society. So ആ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവൻ്റെ വേദന കുറേയെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ജനങ്ങളുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പലതും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഒന്നുകൂടി പറയുന്നു, ഒറ്റമൂലികളില്ല, മാജിക്കൽ സൊല്യൂഷൻസ് ഇല്ല. പക്ഷേ ഇതൊരു പ്രശ്നമാണ്. ഇതിനെ പരിഹരിക്കാൻ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ നമുക്ക് കഴിയണം, നമ്മൾ ശ്രമിക്കണം. സോ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ടൈം റോഡിൽ എന്തെങ്കിലും നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയ കാര്യങ്ങൾ കാണുമ്പോൾ ഹോണിൽ അടിച്ചടിച്ച് അടുത്ത ആൾ ഇറിറ്റേറ്റ് ആവാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് കൊണ്ട് വലിയ അപകടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. സോ ബിഹേവ് ഇൻ എ ബെറ്റർ വേ, അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്താൽ തിരിച്ച് നമുക്ക് കിട്ടുമെന്നും കിട്ടില്ല എന്നുമുണ്ട്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വി ക്യാൻ ട്രൈ ടു ബിഹേവ് ഇൻ എ ബെറ്റർ വേ, അല്ലേ? മനസ്ഥിതി മാറിയാൽ വ്യവസ്ഥിതി മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അണ്ണാൻ കുഞ്ഞും തന്നാലായത്. താങ്ക് യു.